നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം യഥാർത്ഥത്തിൽ വിവാഹം ഒരു ദൈവവിളി എന്നതിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. ദൈവവിളി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ എന്തിനാ കല്യാണം കഴിച്ചതെന്ന്? എന്തിനാണ് കല്യാണം കഴിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പങ്കുവെക്കാമോ? ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാൻ വേണ്ടി. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ, അതായത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനാണ് കല്യാണം കഴിച്ചത്. അതാണ്. നിങ്ങൾ അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടി, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു സൃഷ്ടിയുടെ കർമ്മത്തിൽ പങ്കുചേരാനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഓക്കെ, വേറെ ആരെങ്കിലും? പരസ്പരം സ്നേഹിക്കാനും അടുത്ത തലമുറയിലേക്ക് നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കാനും. ഓക്കെ, പരസ്പരം സ്നേഹിക്കാനും അടുത്ത തലമുറയിലേക്ക് ക്രൈസ്തവ വിശ്വാസം അല്ലേ അതെ അതെ. പകർന്നു കൊടുക്കുവാനുമാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ? ശരിക്കും ദൈവം വിളിച്ചു എന്ന് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടല്ലേ? ശരിക്കും ദൈവം വിളിച്ചിട്ടുണ്ടോ? ഞങ്ങളെ രണ്ടുപേരെയും ദൈവം വിളിച്ചതാണ് എന്ന് ശരിക്കും അങ്ങ് വ്യക്തമാക്കാൻ കഴിയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഞങ്ങളെ രണ്ടുപേരെയും വിവാഹത്തിൽ ദൈവം വിളിച്ചതാണ് എന്ന് ശരിക്കും പറയാൻ കഴിയുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാഴ്ചപ്പാടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? ശരിക്കും ദൈവം വിളിച്ചതാണോ ലിജോ? അതെ അതെ. അതെ, എന്തോ ഒരു ഉറപ്പ്. അതെങ്ങനെയത്? എങ്ങനെയാ? ദൈവം വിളിച്ചുകൊണ്ടായിരിക്കണമല്ലോ. രണ്ട് സ്ഥലങ്ങളിൽ ജീവിച്ചു വന്നവർ. ആ, ഒരു രണ്ട് ദൈവം വ്യത്യസ്ത രണ്ട് സാഹചര്യങ്ങളിൽ രണ്ട് സ്ഥലങ്ങൾ ജീവിച്ചത് ഇപ്പോൾ ജീവിച്ചിട്ട് നമ്മൾ ഒരുമിക്കാൻ കാരണം ദൈവം വിളിച്ചതാണ്. അത് വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടി യോജിപ്പിക്കാലോ, യാദൃശ്ചികമായിട്ട് സംഭവിക്കാലോ. പല ജീവിത പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ തരണം ചെയ്ത് ഇപ്പോഴും ആ, ഒരുമിച്ച് ജീവിക്കുന്നത്, തുടർന്ന് ജീവിക്കുന്നത് ദൈവവിളി ഉള്ളതുകൊണ്ടായിരിക്കണം. ആ, പ്രതിസന്ധികൾ ഉണ്ടായിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ദൈവവിളി ഉണ്ടായതുകൊണ്ടായിരിക്കണം അല്ലേ? ഓക്കെ 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 ഓക്കെ. ശരിക്കും ഈ ദൈവവിളി എന്നൊക്കെ പറയുമ്പോഴേ ദൈവമാണ് വിളിക്കുന്നത്. മനുഷ്യന്റെ റോൾ എന്താ? വിളിയോട് പ്രത്യുത്തരം കൊടുക്കുക. സത്യത്തിനകത്ത് അപ്പോൾ ദൈവവിളി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൗരോഹിത്യം, സന്യാസം, വിവാഹം, ഇതെല്ലാം ദൈവവിളികളാണ്. അപ്പോൾ ദൈവവിളി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു കാര്യം ദൈവം വിളിച്ചു എന്നുള്ളതാണ്. നമ്മൾ വൈദികനാകുന്നതോ വിവാഹം കഴിക്കുന്നതോ ആ, അല്ലെങ്കിൽ സന്യാസ ജീവൻ നയിക്കുന്നതോ നമ്മുടെ ഇനിഷ്യേറ്റീവ് അല്ല, ദൈവം വിളിച്ചതാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വിവാഹ ജീവിതത്തിൽ അത് ദൈവം വിളിച്ചതാണെന്ന് എങ്ങനെയാ നിങ്ങൾക്കത് മനസ്സിലാവുന്നത്? ഏഹ് നിങ്ങൾ മാട്രിമണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മൂന്നാം കാര്യം വഴിയൊക്കെയാണല്ലോ ഈ പരിചയപ്പെടുന്ന വിവാഹം കഴിച്ചതൊക്കെ. പക്ഷെ അല്ല, ഇത് ദൈവം വിളിച്ചതാണ്. ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവാണ് ഞങ്ങളുടെ വിവാഹം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു 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 സൂചന തരാനുണ്ടോ? ഞങ്ങളുടെ കല്യാണം അച്ഛൻ ആ, ഞാ- ഞാന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാം കാര്യം കൊണ്ടുവന്നതാണ് ഈ ചേട്ടന്റെ ആലോചന. ഓക്കെ അന്ന് അന്ന് നടന്നില്ല. പിന്നെ അതിനുശേഷം എനിക്ക് വേറെ കല്യാണാലോചനകള് പലതും വന്നു. ഓക്കെ ഏഹ് ഒരു കല്യാണം ഏകദേശം ഉറപ്പിച്ച പോലെയും ആയതായിരുന്നു. ആ പക്ഷെ അതും ഒഴിവായി പോയി. വീണ്ടും ആദ്യം വന്ന് ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും ചേട്ടന്റെ ആലോചന തന്നെ വന്നിട്ട് അങ്ങനെ കല്യാണം റെഡി ആയത്. അപ്പൊ ഞാൻ ഓക്കെ അപ്പൊ എനിക്ക് ദൈവം നിശ്ചയിച്ചേക്കണത് ആളെ തന്നെയാണ്. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും നടക്കാതെ ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് ആള് തന്നെ വരണ്ട് വന്നത്. ആ, അതെ അതെ. ആദ്യം വന്ന് മാറിപ്പോയിട്ടും വീണ്ടും ഇയാൾ തന്നെ വരാൻ കാരണം ഇത് ദൈവനിശ്ചയമാണ് അല്ലേ? അപ്പൊ അതെ അതെ. ജീവിത പങ്കാളിയെ ദൈവം നിശ്ചയിക്കുന്നു അല്ലേ? ദൈവമാണ് എനിക്ക് ആ പങ്കാളിയെ കണ്ടെത്തി തരുന്നത്. ഓക്കെ, അതൊരു ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു കാര്യമാണ് എൻ്റെ ഈ വിവാഹം. അതായത് വിവാഹം, ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു, പക്ഷെ അല്ലെങ്കിൽ വേറെ വ്യക്തിയെ കല്യാണം കഴിക്കും. ഈ വിവാഹം തന്നെ ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവ് ആണെന്ന്.
ദൈവം മുൻകൈ എടുത്താണ് എൻ്റെ വിവാഹം നടന്നതെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ദൈവം വിളിച്ചതാണ്. ഇപ്പൊ എന്നെ ദൈവം വിളിച്ചതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് പൗരോഹിത്യത്തിലേക്ക്. നിങ്ങളെ വിവാഹത്തിലേക്ക് ദൈവം വിളിച്ചു എന്ന് പറയുന്നതിന് ഇപ്പൊ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. അത് കൂടാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? പള്ളിയില് അൾത്താരയുടെ മുന്നിൽ രണ്ടുപേരും നിൽക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ വെച്ച് ബൈബിൾ തൊട്ട് നമ്മൾ വിവാഹ വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവം കൂടി ഉണ്ട്. ദൈവത്തിന്റെ പരിപാലനയിൽ ദൈവം കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ആ വിവാഹം അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ വിവാഹം ചെയ്യുന്നത്. ദൈവം ആശീർവദിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ ഒരു 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 കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവം വിളിച്ചതാണ്, ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവാണ് നമ്മുടെ വിവാഹം. പക്ഷെ നിങ്ങൾ അവിടെ എത്തണേക്കാൾ മുമ്പേ തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തല്ലോ. ആ തീരുമാനം എടുത്തത് തന്നെ ഒരു ദൈവത്തിന്റെ വിളിയോടുള്ള ഒരു പ്രത്യുത്തരമായിട്ടല്ലേ? അതെ. അങ്ങനെ ചിന്തിച്ചാലോ? അപ്പോൾ ദൈവം എവിടെയാണ് ഇടപെട്ടത്? ഇപ്പൊ ദൈവം ദൈവം പത്രോസിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം, നീ എൻ്റെ കൂടെ പോരെ. അവൻ അവന്റെ വള്ളവും വലയും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഈശോയുടെ കൂടെ പോന്നല്ലോ, അല്ലേ? അങ്ങനെ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഒരു വിളി നിങ്ങൾ കേൾക്കുക. മോനെ അല്ലെങ്കിൽ മോളെ, നീ വിവാഹം ചെയ്യുക. വിവാഹത്തിലൂടെ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു വിളി, ദൈവത്തിന്റെ വിളി കേട്ടോ? ശരിക്കും കേട്ടോ? കേട്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? അത് നമ്മൾ എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യണത്? ഇപ്പോൾ മക്കൾ വന്നിട്ട് നമ്മളോട് ചോദിക്കാണ്, ശരിക്കും നിങ്ങൾ ദൈവം വിളിച്ചതാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി കൊടുക്കുക? ദൈവം വിളിച്ചെങ്കിൽ അത് കുറച്ചു കാലം കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്ന് നമ്മൾ അതിൽ നിന്ന് പിന്മാറും. അതിന് മുന്നേ തന്നെ, വിവാഹം നടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് അതിന് ചിലപ്പോ ചില തടസ്സങ്ങൾ വരും, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റായിക വരും. വീട്ടിൽ നടന്നു, അത് കഴിഞ്ഞിട്ടും നമ്മൾ അതിൽ തന്നെ ഇത്രയും കാലം നിലനിൽക്കുന്നു. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വന്നാലും നമ്മള് ദൈവത്തിന്റെ പദ്ധതിയോട് പ്രത്യുത്തരിച്ച് അതിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അവിടെ ദൈവവിളി ഉള്ളത് കൊണ്ട് തന്നെയാണെന്നാണ്. അപ്പൊ ശരിക്കും നമ്മൾ വിവാഹത്തിൽ നിലനിൽക്കാൻ കാരണം ദൈവം വിളിച്ചതുകൊണ്ടാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തരണം ചെയ്യാൻ കാരണം ദൈവം വിളിച്ചതുകൊണ്ടാണ്. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, വിവാഹം ഒരു ദൈവവിളിയാണ് നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ വിവാഹം ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവാണ്. അതങ്ങനെ പറയാനായിട്ട് കാരണം, യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രായം എത്തിയപ്പോൾ കല്യാണം കഴിക്കണമെന്ന് തോന്നിയില്ലേ? വേറെ ആരെങ്കിലും പറഞ്ഞു തന്നപ്പോഴാണോ തോന്നിയത്, അതെ അതിനു മുമ്പേ തോന്നിയോ? ഈ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ നിന്ന് വന്നാണോ പുറമേ നിന്ന് വന്നാണോ? ഉള്ളിന്ന് വന്നതല്ലേ, പുറമേ നിന്ന് വന്നതല്ലല്ലോ, ഉള്ളിൽ നിന്ന് വന്നാണല്ലോ. ശരിയല്ലേ? അതായത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഒരു തോന്നലുണ്ടായിരുന്നു ഒരു വിവാഹം ചെയ്യണമെന്ന്. ശരിയല്ലേ? ആ തോന്നല് ദൈവം തന്നെ സൃഷ്ടിയിൽ ഒരുക്കി വെച്ചതാണെന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കും. ഇപ്പോ ഈ വിവാഹത്തെ കുറിച്ച് നമ്മുടെ ബൈബിളിൽ പറയുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവമാണ് കണ്ടത്, അല്ലാണ്ട് മനുഷ്യനല്ല കണ്ടത്. ദൈവമാണ് കണ്ടത്, അല്ലെ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, പക്ഷെ അവൻ ഏകനായിരുന്നു. പക്ഷെ ഏകാന്തത ദൈവം ആഗ്രഹിച്ചില്ല. അപ്പൊ മനുഷ്യനെ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് അവന് ചേർന്ന ഇണയെ ദൈവമാണ് നൽകിയത്. അപ്പൊ ശരിക്കും പറഞ്ഞത് ഒരു ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ. വിവാഹം എന്നത് തന്നെ മനുഷ്യന്റെ കണ്ടുപിടുത്തല്ല. മനുഷ്യൻ അവന്റെ ബുദ്ധിയിൽ ആലോചിച്ച് കണ്ടെത്തിയ കാര്യമൊന്നുമില്ല. അവൻ വളർന്നു വന്നപ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നുന്ന വല്ലാത്തൊരു ഏർജ്, ഒരു ജീവിത പങ്കാളി വേണം എന്നുള്ളൊരു തോന്നല്, അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ പ്രകൃതത്തിൽ തന്നെ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും നേരത്തെ ഇവിടെ ഒരാൾ പറഞ്ഞു, അതായത് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ഈ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള ശാരീരികവും മാനസികവുമായ നമ്മുടെ ഘടന തന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കണൊക്കെ മുമ്പ് തന്നെ നമ്മളിൽ ഇല്ലേ? ഉണ്ടല്ലോ.
അല്ലേ? നമ്മൾ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴല്ലല്ലോ നമുക്ക് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന് സാധ്യമാകുന്ന ഒരു ശരീരത്തിന്റെ പ്രത്യേകത, മനസ്സിന്റെ പ്രത്യേകത ഉണ്ടാവുന്നത്. അത് അതിനു മുമ്പേ തന്നെ ദൈവം സ്ത്രീയെയും പുരുഷനെയും ഡിഫറൻ്റ് ആയി സൃഷ്ടിച്ചു എന്ന് തന്നെ. അപ്പോൾ ഇതൊരു ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവമാണ് വിവാഹം എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതി അതിന് രൂപം കൊടുത്തു. മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല. ആം ഐ റൈറ്റ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതെ. അതെ. ഇപ്പൊ ചിലര് പറയും അല്ല, പണ്ട് മറ്റേ പോളിഗമി മോണോ ഒക്കെ ആയിരുന്നു നിലനിന്നിരുന്നത്. പല ഭാര്യ പല ഭർത്തൃ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ഈ മോണോഗമി, അതായത് ഏക ഭാര്യ ഭർത്തൃബന്ധം, ആ ഒരു ബന്ധത്തിലേക്ക് അതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചാന്നാണ് ചിലർ പറയുന്നത്. സോഷ്യോളജിസ്റ്റ് ഒക്കെ ചിലപ്പോൾ അങ്ങനെ ആർഗ്യ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഇതിങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതിനുള്ള എല്ലാ സാധ്യതകളുണ്ട്, മനസ്സിലും എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു പ്രത്യേക വ്യക്തിയെ വിവാഹം ചെയ്തു, അതും പൂർണ്ണമായിട്ടും നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള പങ്കാളിയെ പരിചയപ്പെട്ടത് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങളിലൂടെ അല്ലല്ലോ. നിങ്ങളൊരു പക്ഷേ പല വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ പരിചയപ്പെട്ടു, പലവട്ടം ആലോചിച്ചു, പലവട്ടം ചിന്തിച്ചു. അതിനകത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു സ്വരം തിരിച്ചറിഞ്ഞു. എനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന പങ്കാളി ഈ ആളാണ്. അത് നേരത്തെ ഇവിടെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ആദ്യം വന്നിട്ട് പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷെ വീണ്ടും കുറച്ച് നാൾ വീണ്ടും അതേ തന്നെ വന്നു. നമ്മൾ അതിൽ നിന്നൊക്കെ ഡിസൈൻ ചെയ്തു, ദൈവമാണ് എനിക്ക് ഈ വ്യക്തിയെ തരുന്നത്. ഇപ്പോൾ നമ്മുടെ തോബിത്തിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് പങ്കാളിയെ സ്വീകരിക്കുന്ന ഒരു അനുഭവം. ഇപ്പോൾ ദൈവം ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വിവാഹമാവുന്ന വ്യവസ്ഥിതി ദൈവം രൂപം കൊടുത്തതാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല എന്ന് കണ്ട് ചേർന്ന് ഇണയെ നൽകിയത് ദൈവമാണ്. രണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്രകാരം ഒരാളെ വിവാഹം ചെയ്യാമെന്ന് തീരുമാനിച്ചതിൻ്റെ പുറകിൽ ഒരു ഡിസൈൻമെൻ്റ് ഉണ്ട്, ഒരു വിവേചനമുണ്ട്. ആ വിവേചനം ഞാൻ ദൈവത്തോട് ചേർന്ന് നടത്തിയതാണ്. അങ്ങനെ ഞാൻ കണക്കാക്കുന്നു എൻ്റെ വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ വിവാഹിതരായി ഒരു കാര്യം നിർവഹിക്കണമെന്ന് ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ദൈവവിളി എന്ന് പറയുമ്പോൾ ഒരാദ്യത്തെ സ്റ്റേജ് അതാണ്. എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ചെയ്യുന്നത്, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ അതിനോട് യെസ് പറയാണ്. ഇപ്പൊ നിങ്ങളെല്ലാവരും വിവാഹം കൂദാശയായിട്ട് സ്വീകരിച്ചവരാണ്. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിച്ച നിങ്ങൾ വിവാഹം ഒരു കൂദാശയായിട്ട് ദൈവത്തിന്റെ വിളിയോട് പ്രത്യുത്തരിക്കാൻ തീരുമാനിച്ചു, യെസ് പറഞ്ഞു. പക്ഷെ ആ യെസ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അതിനകത്ത് ഇത് ദൈവത്തിന്റെ വിളിയാകുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അനുഭവമില്ലാതെ ദൈവവിളി ഉണ്ടാവില്ല. പത്രോസിനെ ഈശോ വിളിച്ചു. ആ വിളിച്ചപ്പോൾ പത്രോസിന് ഒരു അനുഭവം ഉണ്ടായി. ഈശോ ഇടപെട്ട ഒരു അനുഭവം, അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു അനുഭവം. ഓരോ ശിഷ്യന്മാരെയും ഓരോ വ്യക്തികളെയും ദൈവം വിളിക്കുമ്പോൾ അനുഭവമുണ്ട്. ദൈവവുമായുള്ള കണ്ടുമുട്ടിയ ക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടലിൻ്റെ ഒരു അനുഭവമുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണുമല്ലോ, നമ്മുടെ ക്രൈസ്തവ ദമ്പതികൾ തന്നെ എല്ലാവരും വിവാഹത്തെ ദൈവവിളിയായി കണ്ട് ജീവിക്കാൻ പ്രാപ്തരാണോ? നിങ്ങൾക്ക് എന്താ തോന്നിയേക്കണേ? അതെയോ, പ്രാപ്തരാണോ? അല്ല അല്ല. ഇപ്പൊ ഞാനിങ്ങനെ പറയാണ്, വിവാഹ ജീവിതം സുവിശേഷ വേല ചെയ്യാനാണെന്ന് കല്യാണം കഴിക്കുന്ന എത്ര ശതമാനം പേർക്ക് ഒരു ചിന്തയുണ്ട്? ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കുടുംബത്തോട് സംസാരിച്ചപ്പോൾ ആ കുടുംബം എന്നോട് പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിച്ച് സുവിശേഷ വേല ചെയ്യാനാണ്. ക്രൈസ്തവ ദാമ്പത്യം ദൈവത്തിന്റെ വിളിയാണെന്നും അത് സുവിശേഷ വേല ചെയ്യാനാണെന്നും എത്ര ശതമാനം ദമ്പതികൾക്ക് ഒരു ബോധ്യം ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ആദ്യം ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ അത് ഒരു സുവിശേഷ വേല തന്നെയാണെന്നാണ് ഇപ്പൊ സ്നേഹത്തിന്റെ നമുക്ക് ബോധ്യം. അല്ല, നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇതുപോലത്തെ പ്രോഗ്രാമിലൊന്നും വരുന്ന അങ്ങനത്തെ മാത്രം നോക്കിയിട്ടല്ല, പൊതുവായ നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ദമ്പതികൾക്ക്, ക്രൈസ്തവ ദമ്പതികൾക്ക് വിവാഹ ജീവിതം ഞാൻ നയിക്കുന്നത് സുവിശേഷ വേല ചെയ്യാനാണ് എന്നൊരു ബോധ്യം ഉണ്ടാവും? എത്ര ശതമാനം പേർക്കുണ്ട്? ഒരു 10% പേർക്കുണ്ടാവും.
വിവാഹത്തെ ദൈവവിളിയായി കണ്ട് ജീവിക്കുന്നവരുടെ എണ്ണ ഞാൻ ചോദിക്കുന്നത്. പലരും മക്കൾക്കൊക്കെ ജന്മം നൽകി അവരെ വിശ്വാസത്തിലൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷേ അതിനകത്ത് തികഞ്ഞൊരു ബോധ്യത്തോടു കൂടെ അതിനോട് പ്രത്യുത്തരിക്കുന്നവർ വളരെ കുറച്ചുള്ളൂ. വളരെ കുറച്ചുള്ളൂ. കുറച്ചുള്ളതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ദൈവവിളിയായി കാണുന്ന ആ ഒരു സംസ്കാരം അത് വേണ്ടത്ര പോലെ ആഴത്തിൽ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുകയോ ചെയ്യാതെ പോകുന്നുണ്ട്. ശരിക്കും ഞാൻ യെസ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വിശ്വാസ സംബന്ധമായ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ദൈവവിളി ആവുള്ളൂ. വിശ്വാസത്തോടെ മറുപടി പറയുന്നതാണ് ദൈവവിളി. വിശ്വാസം ഇല്ലാതെ മറുപടി പറയുന്നത് ദൈവവിളിയല്ല. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ ദൈവവിളിയാന്ന് തന്നെ പറയും? അത് ഒരിക്കലും സാധ്യമാവില്ലല്ലോ. കാരണം ദൈവവിളി എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവത്തിൽ വിശ്വാസം വേണം, ആഴമായ വിശ്വാസം വേണം. അപ്പോൾ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അനുഭവം വേണം. അറിവുണ്ടായതുകൊണ്ട് മാത്രം വിശ്വാസം വരില്ല. നമ്മൾ മതബോധന ക്ലാസ്സുകളിലൊക്കെ വിശ്വാസ പരിശീലനം നടത്തിയതുകൊണ്ട് മാത്രം വരില്ല. എൻ്റെ ദൈവത്തെ ഞാൻ വിവാഹം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അനുഭവിച്ചറിയുന്ന ഒരു കാര്യം. അങ്ങനെ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ദൈവവിളി ഉണ്ടാകുന്നത്. അതിപ്പോൾ ഞങ്ങൾ പൗരോഹിത്യം ജീവിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരു കണ്ടുമുട്ടലുണ്ട്. വിവാഹിതരും ഇത് ദൈവവിളിയായി അനുഭവിക്കുന്നത് ആ കണ്ടുമുട്ടലിൻ്റെ ആഴം ഉണ്ടാകുമ്പോഴാണ്. യഥാർത്ഥത്തിൽ ദൈവവുമായിട്ട് കാണും. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു കുടുംബജീവൻ നയിക്കുന്ന രണ്ടുപേരെന്നെ കാണാൻ വന്നപ്പോൾ അതിൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: അച്ചോ, ഞാൻ അച്ഛൻ്റെ അരികത്ത് വരുന്നത് ഇവള് നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. എനിക്കൊരു കണ്ടീഷൻ തുടക്കം തന്നെ വെക്കാനുണ്ട്. സംസാരിക്കും ഞാൻ ആദ്യമേ തന്നെ ആ കാര്യം പറയണം, അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ നീതി ചെയ്യുന്നില്ല. കണ്ടീഷൻ ഇതാണ്: ദയവായിട്ട് എന്നെ ഒരു ധ്യാനത്തിന് അച്ഛൻ പറഞ്ഞു വിടരുത്, എനിക്ക് താല്പര്യമില്ല. എങ്ങനെയുണ്ട്? അപ്പോൾ അദ്ദേഹത്തിന് ധ്യാനം, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ബോധ്യമില്ല. പക്ഷെ ആളും ക്രൈസ്തവ ദമ്പതിയാണ്. എന്താ അങ്ങനെ വരാൻ കാരണം? കല്യാണത്തിന് മുമ്പ് ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവമില്ല. അറിവുണ്ട്, അനുഭവമില്ല. സോഷ്യൽ കസ്റ്റമുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്, പക്ഷെ അനുഭവമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കല്യാണം കഴിഞ്ഞിട്ട് മധുവിധന് മുമ്പോ അല്ലെങ്കിൽ മധുവിധന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും നവദമ്പതികൾ ധ്യാനം കൂടാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ പോയി ദൈവത്തോട് ചോദിച്ച് ഞങ്ങളുടെ ഈ ദൈവവിളി കുറച്ചും കൂടി മനസ്സിലാക്കി അതിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നൊന്ന് തിരിച്ചറിയാനായിട്ട്, വിവേചിച്ചറിയാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി ദമ്പതികൾ ധ്യാനത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതോ എങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിവാഹത്തിന് മുമ്പൊക്കെ പോവാറുണ്ട്. വിവാഹത്തിന് മുമ്പ് തനിച്ച് അല്ലേ? ആ പക്ഷെ ഈ ചില ദമ്പതികളെ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. എനിക്കറിയാം ചില ദമ്പതികൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ ഒരുമിച്ച് ധ്യാനത്തിന് പോകുന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിന് ഒന്ന് ഒന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒന്ന് കെട്ടിപ്പടുക്കാനുള്ള ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട്. ശരിക്കും അതാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ദമ്പതികൾ, നമ്മുടെ ക്രൈസ്തവ ദമ്പതികൾ എത്രയോ പേരാണ് ഈ പറഞ്ഞ മധുവിധുവിന് വേണ്ടി പണം ചെലവഴിക്കുന്നത്, സമയം ചെലവഴിക്കുന്നതും. പക്ഷെ ദൈവവിളിയാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ വിളിയുടെ ഡിസൈൻമെന്റ് എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കില്ലേ? അങ്ങനെ ഒരു ശ്രമം നമ്മുടെ കുടുംബങ്ങൾ നടത്തുന്നുണ്ടോ? അത് നടത്താത്തതിന്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുഭവമില്ല. പള്ളിയിൽ വന്ന് ഇതൊരു ദൈവവിളി എന്ന ഒരു ലേബലിൽ ചെയ്യുമ്പോഴും ആഴമായ അനുഭവമില്ല, വിശ്വാസ അനുഭവമില്ല. എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം. അപ്പോൾ നമ്മൾ യെസ് പറയുമ്പോൾ ആ യെസിന്റെ മറുപടി കൊടുക്കുമ്പോൾ അത് ചെയ്യേണ്ടത് വിശ്വാസത്തോടെയാണ് ചെയ്യേണ്ടത്. ആ വിശ്വാസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആഴമായ അനുഭവം വേണം. ഇത് രണ്ടാമത്തെ കാര്യം, ദൈവവിളി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ ദൈവം വിളിക്കുന്നത് ഒരു മിഷൻ ചെയ്യാനാണ്, ഒരു ദൗത്യം ചെയ്യാനാണ്. ആ ദൗത്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സുവിശേഷ വേലയാണ്. സുവിശേഷ വേലയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദമ്പതികൾ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്,
നിങ്ങളുടെ വിവാഹ ജീവിതം കണ്ടു കഴിഞ്ഞാല് നിങ്ങളുടെ മക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്. മാതാപിതാക്കളുടെ വിവാഹ ജീവിതം, നിങ്ങളുടെ വിവാഹ ജീവിതം കണ്ടിട്ട് നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാകുന്ന ദൈവവചനം ഏതാന്ന് ചോദിച്ചാൽ അവർക്കൊരു വചനം പറയാനുണ്ടാവോ? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ദമ്പതികൾ പറയാവോ നിങ്ങളുടെ ജീവിതം കണ്ട നിങ്ങളുടെ മക്കൾ പറയണ വചനം? കുറെ വർഷമായില്ലേ ജീവിക്കാൻ തുടങ്ങിയിട്ട്, മക്കളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? 10, 20, 25 വർഷമൊക്കെ ആയില്ലേ? നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, ക്രൈസ്തവ ജീവിതം കണ്ടിട്ട്, ദാമ്പത്യ ജീവിതം കണ്ടിട്ട് മക്കൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു ദൈവവചനം ഏതായിരിക്കും? സ്നേഹത്തിന്റെ വചനം. സ്നേഹത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. അല്ലെങ്കിൽ യോഹന്നാൻ 13 അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ജോൺസേട്ടാ, അതാണോ ഉദ്ദേശം? അതെ. ശരിക്കും നിങ്ങളുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ ആ വചനം കുട്ടികൾക്ക് പിടികിട്ടണം, അല്ലേ? അതായത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ശരിക്കും അതെ. അതാണ് സുവിശേഷ വേല എന്ന് ഉദ്ദേശിച്ചത്. ഈ വചനമാണ് കുട്ടികൾക്ക് പിടികിട്ടണമെങ്കിൽ നമ്മൾ വിജയിച്ചു. മാതാപിതാക്കളുടെ ജീവിതം കണ്ടിട്ട് ഈ വചനം അവർക്ക് പിടികിട്ടിക്കാൻ നമ്മൾ വിജയിച്ചു. അതാണ് ശരിക്കും ക്രൈസ്തവ വിവാഹം ദൈവവിളിയാന്ന് പറയുന്നതിന്റെ അർത്ഥം. സുവിശേഷ വേല ചെയ്യാനാണ് ശരിക്കും വിവാഹം ചെയ്യുന്നത്. അതിനൊരിക്കല് ഈ ഈ സ്നേഹക്കൂടാരം എന്ന് പറഞ്ഞിട്ട് ഗുഡ്നസ് ടി വിയിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്തപ്പോൾ അതിനകത്ത് ഒരു തവണ ചെയ്തത് ഈ സിസ്റ്റേഴ്സിന്റെ മാതാപിതാക്കളെയാണ്. സിസ്റ്റേഴ്സ് ആ വർഷം നമ്മുടെ കർമ്മലീത്ത സന്യാസ സഭയിൽ സിസ്റ്റേഴ്സായ കുട്ടികളുടെ മാതാപിതാക്കളെയാണ് ഞാൻ ഒരു ടോക്ക് ഷോയ്ക്ക് വേണ്ടി ക്ഷണിച്ചത്. അപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു പിതാവിനോട് ചോദിച്ചു, ഇന്നത്തെ കാലത്ത് സാധാരണ സിസ്റ്റേഴ്സ് ആകാൻ പോകാന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്താറുണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് 2 മക്കള് സിസ്റ്റേഴ്സ് ആണല്ലോ, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ വിവാഹം വഴി കർത്താവിന് സുവിശേഷ വേല പ്രത്യേകമാം വിധത്തിൽ ചെയ്യുന്ന മക്കളുണ്ടാണോ. ഒരാളെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, പക്ഷെ 2 പേര് പോയി. അവർ വളരെ അഭിമാനത്തോടു കൂടിയാണ് അത് പറയുന്നത്. നോക്കിയേ, സുവിശേഷ വേല ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള സന്യാസ ജീവിതത്തിലൂടെ അനേകം മക്കളിലേക്ക് സുവിശേഷം എത്തിക്കുക, അല്ലെങ്കിൽ വൈദിക ജീവിതത്തിലൂടെ അനേകം മക്കളിലേക്ക് എത്തിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിളി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന, ദൈവവിളി എന്ന് പറഞ്ഞ സന്യാസ പൗരോഹിത്യം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചത്. പക്ഷെ അത് വരുന്നത് എപ്പോഴാ? ദൈവം വിളിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം വരുമ്പോഴാണ്. അതില്ല എങ്കിൽ ഇപ്രകാരം പോകുമെന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനിവിടെ സെമിനാറിലാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഏക മകനൊക്കെ അച്ഛനാകാൻ വന്നിട്ടുണ്ട്. ഏക മകൻ, ഒരു വിധവയുടെ ഏക മകനുണ്ട് ഇതിനകത്ത്, ഒരു വിധവയുടെ. അപ്പൊ ഞാൻ ആ ബ്രദറിനോട് ചോദിച്ചു, ബ്രദറെ, വീട്ടിൽ അമ്മയെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ, മോൻ എന്തിനാണ് ഇതിന് പോന്നേന്ന്. അപ്പൊ അവൻ പറഞ്ഞു അവനും ഈ സംശയം ഉണ്ടായിരുന്നു. അതായത് അമ്മയെ നോക്കാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അവൻ സെമിനാരിൽ ചേർന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തി പോയതാ. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ, നീ എന്നെ പ്രതി തിരിച്ചു വരണമെന്നില്ല. ദൈവം നിന്നെ വിളിച്ചത് ഈ പൗരോഹിത്യത്തിലേക്കാണെങ്കിൽ എന്നെ നീ നോക്കേണ്ടതില്ല. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ്. നിന്നെപ്പോലെ ഒത്തിരിയേറെ വൈദികരുടെ ഒത്തിരിയേറെ പേരുടെ കൃപ കൊണ്ടാണ് ഞാനും വളർന്നത്. അതുകൊണ്ട് ദൈവം നിന്നെ അതിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല. എന്നെ നോക്കാൻ വേണ്ടി നീ വരേണ്ട കാര്യമില്ല, എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അവനിപ്പോൾ ഈ വർഷം പട്ടം കിട്ടും. അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ ദൈവവിളിയായി കാണണം, അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവവിളി എന്ന് പറയുമ്പോൾ ഒരു മിഷനാണ്, ഒരു ദൗത്യമാണ്. ദൈവം വിളിച്ചത് നമ്മൾ ബൈബിളൊക്കെ നോക്കുമ്പോൾ അബ്രാഹത്തെ വിളിച്ചു, അല്ലെ? മോശയെ വിളിച്ചു, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരെ വിളിച്ചു. എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്, പ്രവാചകന്മാർക്കൊക്കെ ദൗത്യമുണ്ട്. യഥാർത്ഥം വിവാഹം ദൈവവിളി എന്ന് പറയുമ്പോൾ ഒരു ദൗത്യമുണ്ട്, ഒരു പ്രേക്ഷിത ജോലിയുണ്ട്, പ്രേക്ഷിത വേലയുണ്ട്. ആ പ്രേക്ഷിത വേല എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയാണ്. ശരിക്കും ഈ ലോകത്ത് നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിന്റെ സ്നേഹവും സത്യവും ജീവനും പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് വിവാഹം ദൈവവിളിയായി ഞാൻ സ്വീകരിച്ചത് എന്ന ഉത്തരമാണ് കറക്റ്റ്. സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്ന് അതിലൂടെ സംതിങ് ഷുഡ് ഹാപ്പൻ, അല്ലേ?
സാധാരണ നമ്മൾ കല്യാണം കഴിക്കുന്ന യുവതി യുവാക്കന്മാരെയൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? കൂട്ടിന് വേണ്ടിയിട്ടാണ്, സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റേത് നിൻ്റേതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, പിന്നെ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ആ കുട്ടികളിലൂടെ എന്തൊക്കെയോ ആയി തീരാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഉള്ളപ്പോഴും ഈ കൂട്ടിലൂടെയും ഈ കുട്ടികളിലൂടെയും ഈ ഭൂമിയിൽ ദൈവത്തിന്റെ കുലം തീർക്കാനാണ് ശരിക്കും വിവാഹം, ശരിക്കും തിരുവിവാഹം, ദൈവവിളിയായ വിവാഹം. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ കുലം തീർക്കണോ? ദൈവത്തിന്റെ കുലം തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ പരസ്പര സ്നേഹത്തിലൂടെ, നിങ്ങൾ മക്കൾക്ക് ജന്മം നൽകിയ ആ മക്കളിലൂടെ, നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഈ ഭൂമിയിൽ നന്മ പടർത്തുക. ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങളുടെ മക്കള് 30 വയസ്സെത്തുമ്പോഴേക്കും 1,00,000 പേർക്ക് അനുഗ്രഹമാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഏ 30 വയസ്സെത്തുമ്പോഴേ നിങ്ങളുടെ മക്കൾ 1,00,000 പേർക്ക് അനുഗ്രഹമാവുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഡിൽന, അമ്മയ്ക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയാവോ? ഡിൽന, പിന്നെ ഭർത്താവിന്റെ പേര് ഇല്ലാന്ന് തോന്നല്ലോ. അതെ, ഭർത്താവിന്റെ പേരാണോ ഡിൽന എന്നുള്ളത്? ഡിൽന, മക്കളുടെ പ്രായം എത്രയാ? മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത, മൈക്ക് അൺമ്യൂട്ട്. രണ്ടുപേരാണ് മക്കള്. ആ മൂത്താള് എത്ര ആ, മൂത്താള്? മൂത്താള് 16 വയസ്സ് കഴിഞ്ഞു, 10th ആ കഴിഞ്ഞു. ഈ 16 വയസ്സുകാരൻ 30 വയസ്സെത്തുമ്പോഴേ 1,00,000 പേർക്ക് അനുഗ്രഹമാവുമെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായം? കേട്ടില്ല ഞാൻ. ദിൽനയുടെ ഹസ്ബൻഡിന്റെ പേര്? വിനു വിനു വിനുവിന്റെ VIU ഉണ്ട്, എന്നില്ല, അതുകൊണ്ട് എനിക്ക് സംശയമാണ്. വിനു, ഓക്കെ. വിനു എന്ത് പറയണു? മകനെ 30 വയസ്സെത്തുമ്പോ 1,00,000 പേർക്ക് അനുഗ്രഹമാവും. വിശ്വസിക്കുന്നോ? പെണ്ണിന്റെ പേര് വളരെ പരിശ്രമം വേണ്ട ഒരു കാര്യമാണ്. ഒരു വശത്ത് ആ ദൈവിക വിളിയാണെങ്കിൽ ഒരു സന്യാസ സമൂഹത്തിൽ പോകുന്ന 2 പെൺമക്കളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പെൺമക്കള്, ഓക്കെ. അത്തരത്തിലേക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ 10% പേരിൽ നിന്ന് ഇനിയുള്ള തലമുറ ഇനിയും താഴേക്ക് ശതമാനത്തിൽ ഒതുങ്ങുള്ളൂ. 2, 3, 4, 5 ശതമാനത്തിലേക്ക് ഒതുങ്ങുള്ളൂ. ആ ഇപ്പൊ ഈ സന്യാസ ജീവിതം മാത്രമല്ല കേട്ടോ 1,00,000 പേർക്ക് അനുഗ്രഹമായി മാറാനുള്ള ഒരു വിളി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടില് ഈ മിഷനെ കുറിച്ചുള്ള ഒരു അവബോധം എത്ര ശക്തമായിട്ട് നമ്മുടെ വീട്ടിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ 30 വയസ്സെത്തുമ്പോഴേക്കും, മക്കളെ നിങ്ങൾ 1,00,000 പേർക്ക് അനുഗ്രഹമാകണം, അതാണ് നമ്മുടെ ഒരു വിളി എന്ന ദൈവവിളിയുടെ കമ്പ് നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യണ്ടേ? ദൈവം വിളിച്ചു എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. ദൈവം വിളിച്ചത് നമുക്ക് സമൃദ്ധി തരാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ മക്കൾ വഴി, നമ്മൾ വഴി ഈ ഭൂമിയിൽ നന്മ പടരണം. എത്ര ലക്ഷങ്ങളിലേക്ക് പടരണമെന്ന്. അപ്പൊ കുടുംബം എന്ന് പറയുന്നത് കേവലം ഒരു സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് മാത്രം, ഞാൻ എൻ്റെ ഭാര്യയും ഞാൻ എൻ്റെ മക്കളും, അതിന് ഞങ്ങൾ വളർന്നു, ഞങ്ങൾ സാമ്പത്തികമായി ഭദ്രത പ്രാപിച്ചു, ഞങ്ങൾ എന്താ പറയുക, നല്ല വീട് വെച്ചു, നല്ല കാർ വാങ്ങി, നല്ല മതിൽ വെച്ചു, നല്ല ഗേറ്റ് വെച്ചു, നല്ല ക്ലബ്ബിൽ പോയി, വിദേശയാത്രകൾ നടത്തി. അങ്ങനത്തെ ഒരു ജീവിതം അല്ലല്ലോ ക്രൈസ്തവ വിളി എന്ന് പറയുന്നത്. വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വളർന്ന്, നമ്മുടെ ഈ ഗ്രേസ് റിപ്പൽസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ, കൃപയുടെ ഒരു കല്ല് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ആ കല്ലിന്റെ ഓളം വീണെടുത്ത് മാത്രമല്ല മറ്റിടങ്ങളിലേക്കൊക്കെ വ്യാപിക്കും. അങ്ങനെ വ്യാപിച്ച് ലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകാൻ വേണ്ടിയാണ് വിളി. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ചിലപ്പോൾ MBBS പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പല ജോലികളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ജോലികൾ ചെയ്യുമ്പോൾ കേവലം സാമ്പത്തികമായ ഒരു കാര്യം മാത്രമാവാതെ എത്ര പേർക്ക് അനുഗ്രഹമായിട്ട് മാറാൻ എന്നെക്കൊണ്ട് സാധിക്കും. അതനുസരിച്ച് ജോലി തിരഞ്ഞെടുക്കണം. അല്ലാണ്ട് കേവലം സാമ്പത്തികം നോക്കി മാത്രമല്ല. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ അതിനുള്ള ഒരു ആഴമായ ബോധമൊക്കെ ഉണ്ടോ? ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന പ്രവണത എന്താ? പഠിച്ചു, നേഴ്സിങ്ങിന് വിടാം, അത് വിദേശത്ത്. അനുഗ്രഹം വേണ്ടിയിട്ടല്ല കേട്ടോ, 10 പൈസ കിട്ടുന്ന പണി അത് മാത്രമേ ഉള്ളൂ, എളുപ്പത്തിൽ ഇല്ല. അതല്ലാതെ ഏതെല്ലാം വിധത്തിൽ ഈ മക്കൾക്ക് അനുഗ്രഹമായി മാറാൻ പറ്റും. അത് നേഴ്സിംഗ് പണി എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ പേർക്ക് അനുഗ്രഹമാകാൻ പറ്റുന്നതാണ് കേട്ടോ. പക്ഷെ അതനുസരിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ, പർപ്പസ് കുട്ടികളിലേക്ക് കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കുമ്പോഴാണ് ഇത് ദൈവവിളിയാന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു ദൗത്യബോധം
നമ്മളൊരു കുടുംബമായി ജീവിക്കുന്ന ഈ ഭൂമി സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ നാമം സത്യം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ക്രിസ്തുവാണ് ഈ ഭൂമിയിലെ അന്ധകാരം നീക്കം ചെയ്യുന്ന ഏക വ്യക്തി എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്രകാരം നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തില് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന, ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു കുടുംബമായിട്ട് മാറും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. എന്ത്? നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ പ്രഘോഷിക്കുന്ന വചനം ഏതാണെന്ന് നമ്മുടെ മക്കൾ പറയണം. ഓക്കെ. അപ്പോൾ ഒരു ദൗത്യം, പ്രേഷിത ദൗത്യം, അത് വളരെ പ്രധാനപ്പെട്ട. ഇനി ഈ പ്രേഷിത ദൗത്യം ഈ ലോകത്തെ വിശുദ്ധീകരിക്കുന്ന കർമ്മം, ഈ ലോകത്തെ പഠിപ്പിക്കുന്ന കർമ്മം, നയിക്കുന്ന കർമ്മം, അങ്ങനെ പലതുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഒരു തലമുണ്ട് ദൈവവിളി എന്ന് പറയുമ്പോൾ. ശരിക്കും ദൈവം വിളിച്ചത് എന്തിനാണെന്നറിയാമോ? 5 താലന്താണ് നൽകിയിരിക്കുന്നത്. ഈ 5 താലന്ത് കൂടി സമ്പാദിച്ച് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനല്ലേ? ആ യജമാനന്റെ സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കുടുംബത്തിൽ ഉണ്ടാവണ്ടേ? എന്താണ് യജമാന്റെ സന്തോഷം എന്ന് പറയുന്നത്? ദൈവം ഞങ്ങളെ വിളിച്ച് ഒരുമിച്ച് ചേർത്ത് ഒരു കുടുംബത്തിന് രൂപം നൽകി ഈ ഭൂമിയിൽ സുവിശേഷ വേല ചെയ്ത് ദൈവത്തോട് ഒന്നാകുന്ന ഒരു അനുഭവം, ദൈവൈക്യം. അതാണ് വിശുദ്ധി എന്ന് നമ്മൾ പറയുന്നത്. പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വിശുദ്ധി പ്രാപിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം പൗരോഹിത്യം എന്നാണ് കരുതിയിരുന്നത്, ബ്രഹ്മചര്യമാണെന്നാണ് കരുതിയിരുന്നത്, സന്യാസമാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല കരുതുന്നത്. ഇന്ന് വിവാഹ ജീവിതവും സന്യാസം പോലെ തന്നെ, ബ്രഹ്മചര്യം പോലെ തന്നെ വിവാഹ ജീവിതവും ദൈവവുമായുള്ള ഐക്യത്തിന്റെ വിശുദ്ധിയുടെ മാർഗമാണ്. ഒരുപോലെ മാർഗമാണ്, അല്ലാണ്ട് ഒന്ന് ഭേദം ഒന്ന് താഴെ എന്നില്ല, അങ്ങനെ ഇല്ല. യഥാർത്ഥത്തിൽ വിവാഹം ചെയ്യുന്നവര് വിശുദ്ധിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. എന്താണ് ഈ വിശുദ്ധി? ദൈവവുമായുള്ള ഐക്യം. അപ്പം നമ്മുടെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദൈവവുമായിട്ട് ഐക്യപ്പെടുന്ന ഒരു അനുഭവം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ അതിൻ്റെ ഒരു ഫോർടേസ്റ്റ് മാത്രമാണ്, ഒരു മുന്നാസ്വാദനം മാത്രമാണ്. നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന സത്പ്രവൃത്തികളെല്ലാം അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവുക. യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരെ, അല്ലാതെ ഈ താൽക്കാലികമായ കാര്യങ്ങളിൽ മുഴുകിക്കിടക്കുന്നവരാണോ? ഇപ്പൊ നമ്മൾ നിന്ന് ആലോചിച്ച് നോക്കുകയും, നമുക്ക് പലതരത്തിലുള്ള സന്തോഷമില്ലേ? ഒന്നാമത്തെ സന്തോഷം എന്താ? ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷമില്ലേ? ചിലർക്ക് ഇപ്പൊ പിള്ളേർക്കൊക്കെ കുഴിമന്തി, ഷവായി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ ഭക്ഷണങ്ങളുണ്ട്. നിങ്ങൾക്കും ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇഷ്ടമാണല്ലോ, അല്ലെ? ചിലർ ജീവിക്കുന്നതിന് ഭക്ഷണം കഴിക്കാനും പിന്നെ കുടിക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതൊരു സന്തോഷമാണ്, സന്തോഷം. പിന്നെ ചിലര് ഇപ്പോഴത്തെ പുതിയ സന്തോഷത്തിന്റെ വഴിയാണ് സ്ക്രീൻ, റീൽസ് കാണുക, മൊബൈൽ വാച്ച് ചെയ്യുക, TV കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനത്തെ സ്ക്രീൻ കാണുക, അതൊരു സന്തോഷമാണ്. ഓക്കെ. പിന്നെ ചിലർക്ക് യാത്ര പോവുക, അതൊരു സന്തോഷമാണ്. ചിലർക്ക് ഒരു പേജ് വായിക്കുക, അതൊരു സന്തോഷമാണ്. ചിലർക്ക് മറ്റൊരാളെ സഹായിക്കുക, അതൊരു സന്തോഷമാണ്. ചിലർക്ക് പ്രാർത്ഥിക്കുക, അതൊരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ 6 തരത്തിലുള്ള സന്തോഷം പറഞ്ഞു കേട്ടോ. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ 6 തരം സന്തോഷങ്ങളിൽ ഏത് സന്തോഷമാണ് നിങ്ങളുടെ വീട്ടിലെ മുൻഗണന എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? നിങ്ങളുടെ വീട്ടിലെ ഈ സന്തോഷത്തിന്റെ ലാഡർ, ഗോവണി തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്, മുകളിൽ നിൽക്കുന്നത്? പ്രാർത്ഥനയുടേതാവോ? അവരനെ സഹായിക്കുന്നതിൻ്റെതാവോ? ഒരു പേജ് വായിക്കുന്നതിൻ്റെതാവോ? അതോ തിരിച്ചാണോ? ഭക്ഷണം, സ്ക്രീൻ, യാത്ര. പരിശോധിച്ച് നോക്കണ്ട നമ്മൾ. ദൈവവിളി എന്ന് പറയുമ്പോൾ ശരിക്കും പ്രാർത്ഥനയുടെ ഒരു അനുഭവം, സന്തോഷം നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ദമ്പതികളായിട്ട് നിങ്ങൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നു, ആ ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് നയിക്കുന്നതിന്റെ സൂചനയാണത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തിലേക്ക് യാത്ര ചെയ്യാന്ന്. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കള്, അതുവഴി സംഭവിക്കുന്ന നന്മകള് ആ ദൈവത്തിലേക്കുള്ള യാത്രയുടെ പാതയാണ്. അതല്ലാതെ കേവലം നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ക്ലേശങ്ങൾ വരുമ്പോൾ, രോഗം വരുമ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല. അതിനപ്പുറം അനുദിന ജീവിതത്തിലൂടെ ദൈവത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, യജമാനന്റെ സന്തോഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരു ബോധം അത് നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുക. അത് ദൈവവിളിയുടെ 4-ാമത്തെ ലക്ഷണമാണ്. ഓക്കെ.
അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നത് വിവാഹം ദൈവവിളിയാന്നുള്ളതിന് 4 ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തത് ഞങ്ങളുടെ വിവാഹം ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവ് ആണെന്നുള്ളൊരു ധാരണ. അത് ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തു, ഈ വിളി ദൈവം തന്നതാണ്. അതിന് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ വിവാഹത്തിനുള്ള താല്പര്യം ജനിപ്പിച്ചു തന്നെ ദൈവം തന്നെ. ഈ പ്രത്യേക പങ്കാളിയെ കണ്ടെത്താൻ വിവേചനം ഞാൻ നടത്തിയതും ദൈവത്തോടൊപ്പമാണ്. അങ്ങനെ ഇത് ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവാണ്. 2, വിശ്വാസത്തിന്റെ അനുഭവത്തോടെ ഞാൻ യേശു പറയാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവൻ എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. അതാണ് 3-ാമത്തെ കാര്യം. മിഷൻ, സുവിശേഷ വേല ചെയ്യാനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. 4-ാമത്തത് ഹോളിനെസ്, വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ട്, യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ സ്വപ്നം കാണേണ്ട ഒരു കാര്യമുണ്ട്. താലന്തിലെ ഉപമയിൽ യജമാനൻ പറയുന്ന കാര്യമാണത്. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നുകൊണ്ട് അനേകം കാര്യങ്ങൾ ഞാൻ നിന്നെ പരമേൽപ്പിക്കും. യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. അങ്ങനെ നമ്മൾ പറയുന്ന 3 ദൈവിക പുണ്യങ്ങൾ: വിശ്വാസം, ശരണം, ഉപവി, സ്നേഹം. ഈ 3 കാര്യങ്ങളിൽ ആഴപ്പെട്ട ഒരു ജീവിതമാണ് ഈ ദൈവവിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ ബോധം, ദൈവവിളിയാണെന്നുള്ളൊരു ബോധം നമുക്ക് കുറച്ചുകൂടി പരിപോഷിപ്പിച്ച് കൊണ്ടുവരാം. സുവിശേഷ വേല ചെയ്യാനാണ് വിവാഹം ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം നമുക്കും നമ്മുടെ ചുറ്റിലുള്ളവർക്കും നമ്മുടെ ഇടവകക്കാർക്കും മനസ്സിലാവണം. അതിന് വേണ്ട ഒരു ആക്ഷനിലേക്ക് നമ്മൾ പോകണം. ഒരു സ്പെസിഫിക് ആയ ആക്ഷൻ ഈ മാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ച് നോക്കാം. ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളുമായിട്ട് ആലോചിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ ഏറ്റവും അധികം നിങ്ങൾ പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവചനം ഏതാണെന്ന് കണ്ടുപിടിക്കുക. മുഖ്യ ദൈവവചനം നിങ്ങളുടെ ജീവിതം വഴി ഭൂമിയോട് പറയാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ദൈവവചനം ഏതാണ്? ഏതെങ്കിലും ഒരു ദൈവവചനം ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു കുടുംബം കണ്ടുപിടിച്ച വചനം ഞാൻ നിങ്ങളോട് പറയാം. മത്തായി 25:40 25:40. അത് ഇപ്രകാരമാണ്: ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ട് ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കാൻ. എന്നിട്ട് ഈ വചനം പ്രാവർത്തികമാക്കണം. അല്ലാണ്ട് വാക്കുകൊണ്ട് വചനം പ്രഘോഷിക്കാനല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്, പ്രവർത്തി കൊണ്ട് പ്രഘോഷിക്കണം. അതുകൊണ്ട് ഈ വചനം പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തി കണ്ടുപിടിച്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ കുടുംബം, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്നുള്ള വചനം പ്രാവർത്തികമാക്കാൻ അവർ ചെയ്ത കാര്യം, അവരെല്ലാ വീക്കെൻഡിലും ഒരു നേരം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ 10-12 പൊതി ഭക്ഷണം എക്സ്ട്രാ ഉണ്ടാക്കും. എന്നിട്ട് അവരുടെ ടൗണിൽ പോയിട്ട് പാവപ്പെട്ട മനുഷ്യരുമായിട്ട്, ഈ ഹോസ്പിറ്റലിലൊക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ രോഗികളായി വന്ന മനുഷ്യരുമായിട്ട് ഈ ഭക്ഷണപ്പൊതി പങ്കുവെക്കും, കുടുംബമായിട്ട്, മക്കളായിട്ട്. അങ്ങനെ ആ കുടുംബം പ്രഘോഷിക്കാണ്. അല്ലാതെ വചനം എടുത്തു വെച്ചിട്ട് വെറുതെ ഇരിക്കാല്ല. അത് ഒരു ജ്വലനം നടക്കാണ്. അങ്ങനെ ചെയ്യുന്നൊക്കെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ ഒരു കൃപ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മക്കളും മാതാപിതാക്കളും കൂടി ഒരുമിച്ച് ഒരു വചനം ചൂസ് ചെയ്ത് ആ വചനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നാണ്. ആ മക്കളൊക്കെ എത്ര പേർക്ക് അനുഗ്രഹമായി മാറുമെന്നറിയോ? ഇതിന് വേണ്ടത് പണമല്ല, ഇതിന് വേണ്ടത് ദൈവവിളിയാന്നുള്ളൊരു ബോധമാണ്. നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കിയാലോ? എന്ത് തോന്നുന്നു? ഈ ആഴ്ച തന്നെ മക്കളുമായിട്ട് ആലോചിച്ചിട്ട് നിങ്ങളൊരു വചനം കണ്ടുപിടിക്കും. നമ്മളൊരു ക്രിസ്തീയ കുടുംബമാണ്, ദൈവം വിളിച്ച് സുവിശേഷ വേല ചെയ്യാനാണ്. അതുകൊണ്ട് ഈ ആഴ്ചത്തെ ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമാണത്. ഒരു വചനം കണ്ടുപിടിക്കണം. ആ വചനം കണ്ടുപിടിച്ചിട്ട് ആ വചനത്തെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയും കണ്ടുപിടിക്കാം. ഇപ്പോ അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന് തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാണ്. ഈ ഒരു വചനമാണ് നിങ്ങൾ എടുക്കുന്നത് കരുതുക. എന്ത് പ്രവൃത്തിയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റണത്? ഒരു പ്രവൃത്തി പറഞ്ഞു. ഈ ഒരു വചനത്തിന് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തി പറയാമോ? അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന് തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. സങ്കീർത്തനാണ്. ചില വീടുകളിലൊക്കെ ഉരുവിടുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വചനം. എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു?
എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും പറയാം. പ്രാർത്ഥന നന്നായി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ കൂടുതൽ വളരാൻ ശ്രമിക്കണം. ഓക്കെ, വീട്ടിൽ പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥന മാത്രം പോരാ. വി നീഡ് ആക്ഷൻ. പ്രവർത്തനം വേണം. പ്രവർത്തനം വല്ലതും പറഞ്ഞു. രോഗികളെ സന്ദർശിക്കുക. രോഗികളെ സന്ദർശിക്കാം. വളരെ നല്ലൊരു പ്രവർത്തനമാണ്. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന് തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ആ ഒരു സന്ദേശം സുന്ദരമായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് രോഗി സന്ദർശനം. അപ്പൊ എല്ലാ ആഴ്ചയിലും ഒരു രോഗിയെ തന്നെയെങ്കിലും സന്ദർശിക്കുന്നു നമ്മള്. അത് നമ്മുടെ മക്കളുമായിട്ട് ഒരുമിച്ച് തീരുമാനിക്കണമെന്നാണ്. മക്കൾക്ക് അതിനകത്ത് ബോധ്യം കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മുടെ ദൈവവിളി ഫലപ്രദമായി എന്ന് പറയാൻ പറ്റുന്നത്. നമുക്ക് മാത്രമല്ല, നമ്മുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലോ അല്ലെങ്കിൽ ഇനി ഒരു പരിചയം ഇല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിലോ രോഗി സന്ദർശനം. ഓക്കെ, ഒരു കാര്യമാണത്, അല്ലേ? ഇതുപോലെ ഒരു പ്രവൃത്തി കണ്ടുപിടിക്കണം നിങ്ങൾ എടുക്കുന്ന വചനവുമായി ബന്ധപ്പെട്ടിട്ട്. അത് മക്കളെ ഉൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോഴാണ് നമ്മുടെ ആ മിഷൻ പൂർത്തീകരിക്കാൻ പറ്റണത്. നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ക്രൈസ്തവ ദമ്പതികൾക്ക് സുവിശേഷ വേല ചെയ്യാത്ത ഒത്തിരി മക്കളില്ലേ? ഉണ്ടല്ലോ. കാരണം എന്താ? ഈ വിളിയായിട്ട് ജീവിക്കാൻ അവർക്ക് പറ്റില്ല. നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ഇപ്രകാരം ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവവിളിയുടെ 4 ലക്ഷണങ്ങൾ: 1, ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കുന്നു; 2, വിശ്വാസത്തോടെ ഞങ്ങൾ യെസ് പറയുന്നു; 3, ഒരു ദൗത്യം നിർവഹിക്കുന്നു, സുവിശേഷ വേല; 4, അവന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു ആനന്ദം അനുഭവിക്കും. അങ്ങനെ ദൈവം തരുന്ന ഈ ഒരു അവസരം ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ, എല്ലാവരോടും ചോദിക്കും ഓരോ വചനം, ആ വചനം പ്രാവർത്തികമാക്കാനുള്ള പ്രവൃത്തി ഒക്കെ ചെയ്തിട്ട് വേണം വരാൻ. റെഡി? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ക്ലാരിഫൈ. യു ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ, ഐ വിൽ ക്ലാരിഫൈ. എന്തെങ്കിലും സംതിങ് യു വാണ്ട് ടു ഷെയർ? എനിക്ക് തോന്നുന്നു ക്ലിയർ ആണല്ലേ? ജെയ്സി വിൽസൺ, നിങ്ങൾ എന്ത് പറയണു? നിങ്ങൾ ഇന്നത്തെ ലീഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ, എന്ത് പറയണു? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതല്ലേ? മനസ്സിലായി. എന്താന്ന് ഇവരോടൊന്ന് പറയാമോ? നമുക്ക് മനസ്സിലായത് എന്താന്നുള്ളത്, ഈ ഹോംവർക്ക് എന്താന്ന്? ഹോംവർക്ക് നമ്മുടെ കുടുംബത്തിലെ മക്കളോട് കൂടി ആലോചിച്ചിട്ട് ഒരു ദൈവവചനം നമുക്ക് പ്രഘോഷിക്കാൻ പറ്റണ, ജീവിതത്തിലുള്ള പ്രവൃത്തിയിലൂടെ പ്രഘോഷിക്കാൻ പറ്റണ ഒരു ദൈവവചനം സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അതിനുള്ള പ്രവൃത്തി കണ്ടുപിടിക്കണം. പ്രവൃത്തി കണ്ടുപിടിക്കണം. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് നല്ലത് കേട്ടോ. ഓക്കെ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. യെസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വളരെ സന്തോഷം കേട്ടോ. നിങ്ങൾ ഇത്രയും സമയത്തിന് വേണ്ടി ചെലവഴിച്ചതിന് വളരെ സന്തോഷം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടുത്തെ സ്നേഹത്തിൽ അവൾ ഞങ്ങളെ വിളിച്ചു ചേർത്തു. വിവാഹം ഒരു ദൈവവിളിയാണെന്ന് അവൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച് വിവാഹത്തിലൂടെ ഒന്നാക്കിയത് നിന്റെ പദ്ധതിയാണ്. ഞങ്ങളുടെ ഈ വിവാഹം, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈ പങ്കാളി ഉൾപ്പെടുന്ന ഈ വിവാഹം നിന്റെ പദ്ധതിയായിട്ട് ഞങ്ങൾ തിരിച്ചറിയും. നാഥ, വിശ്വാസത്തോടെ ഞങ്ങൾ അതിനോട് മറുപടി പറയുന്നു. യെസ്, അവൾ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. സുവിശേഷ വേല ചെയ്യും നാഥ. ഈ സുവിശേഷ വേല ചെയ്ത് നിന്റെ സന്തോഷത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മാസം അവിടെ ഞങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. വിശ്വസ്തയോടെ അവിടുത്തെ വചനത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് അത് പ്രവൃത്തിയിലൂടെ പ്രഘോഷിച്ച് അങ്ങയിലേക്ക് നടന്നെടുക്കുവാൻ, അങ്ങയുടെ ആനന്ദം അനുഭവിക്കുവാൻ ഞങ്ങൾ ഓരോ ദമ്പതികളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ മക്കൾ വഴി അനേകം ലക്ഷം മനുഷ്യര് അനുഗ്രഹിക്കപ്പെടുവാൻ നീ ഇടവരുത്തണമേ. അതിനുള്ള പ്രായോഗികമായ മാർഗങ്ങൾ ഇന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ പരിശുദ്ധാരൂപിയാൽ ഞങ്ങളെ നയിക്കണമേ. എല്ലാ തിന്മയുടെ അരൂപികളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. എല്ലാ മുറിവുകളും ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകട്ടെ. അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കും.
ഈശോയെ നിന്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പുതിയ ദമ്പതികളായി രൂപപ്പെടുത്തണമേ. അങ്ങയുടെ വിളി സ്വീകരിച്ച ഞങ്ങൾ അത് വിശ്വസ്തയോടെ നിർവഹിച്ച് അവിടുത്തെ നാമം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധ അമ്മേ, കാനായിലെ കല്യാണ വിരുന്നിലേതുപോലെയും വിശുദ്ധ ഔസേപ്പ് പിതാവേ തിരുക്കുടുംബത്തിലേതുപോലെയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.